ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇത് വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ഇതിൻ്റെ ഷോട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസം കൂടിയാണ്. അപ്പോൾ രാവിലെ അമ്പാടിക്ക് ഒരേ നിർബന്ധം ഇങ്ങനെ കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടി എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുക്കി ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ആ കല്യാണ വീട്ടിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി. ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത്. എനിക്കാണെങ്കിൽ ബിരിയാണി പാടാണ്. അങ്ങനെ അമ്പാടിക്ക് നാത്തൂനുമായ അവൾ വാരിക്കൊടുക്കുന്നുണ്ട്. ജാനു അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അവർ തമ്മിൽ കളിയൊക്കെ തുടങ്ങി. ഇതാണ് വീടിൻ്റെ മുൻവശം. ജാനു എന്നെ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അടുക്കളയിലേക്കാണ്. അവിടെ ജ്യൂസ് കലക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ ഒരു തുള്ളി ജ്യൂസ് പോലും ഇല്ലായിരുന്നു. അമ്പാടിക്കും അത് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹാളിലേക്ക് പോയി. അവിടെ വിളക്കും ഗുരുദേവൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് ഇനി വലിച്ചെടുക്കാനോ എന്തിനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ആള്. പിന്നെ അവിടെ നിന്ന് അധികം നിർത്താതെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തിരിച്ചും കളിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ അവർ വീണ്ടും കളി തുടങ്ങി കേട്ടോ. പിന്നെ കല്യാണ പെണ്ണ് വന്ന് അപ്പോഴത്തേക്ക് ഒരുങ്ങി റെഡിയായിട്ട് അങ്ങനെ എന്നെ കണ്ടിട്ടുള്ള സന്തോഷമാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. കുഞ്ഞിലേ കണ്ടിട്ടേ ഉള്ളൂ. കുഞ്ഞിലേന്ന് പറയുമ്പോൾ ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു അവസാനം കണ്ടത്. പിന്നെ ഇത് എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ. അവിടെ കയറി വരുന്ന വീഡിയോ ഇടില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതങ്ങ് കട്ട് ചെയ്തു. ഇത് അവളുടെ മോളാണ്. അവൾ നല്ലൊരു കലാകാരിയാണ്. അവൾക്കൊരു ചാനലുണ്ട് കേട്ടോ. അത് ഞാനിവിടെ കൊടുത്തേക്കാം. ഇത് നാത്തൂൻ അറിയാലോ. പിന്നെ ഞങ്ങൾ അപ്പുപ്പന്താടി പറക്കാൻ പോയി കേട്ടോ ഗൈസ്. അവിടെ ആയിരുന്നു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ഒരു സെക്ഷനിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കല്യാണ പെണ്ണിൻ്റെ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് അപ്പുപ്പന്താടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ പിറകെ പോയി. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ്. അങ്ങനെ അവരതിൻ്റെ പിറകെ ആയിരുന്നു. അപ്പുറത്തെ സൈഡിൽ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചിയുടെ മോനാണ് കേട്ടോ ഫോട്ടോഗ്രാഫർ. പിന്നെ അണ്ണൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ എൻ്റെ അണ്ണൻ, അങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കമൻറ്റ് പറയുന്നുണ്ട്. അങ്ങനെ ഞാനൊരു അപ്പമ്പതാടി കയ്യിലെടുത്തു. അങ്ങനെ അത് പറത്തി വിടാൻ നോക്കി. പറത്തി വിടേണ്ട കാര്യമില്ലായിരുന്നു. നല്ല കാറ്റായിരുന്നു. കൈ നിൽക്കുന്നേ ഇല്ലായിരുന്നു. പറന്നു പോകുമായിരുന്നു. പിന്നെ ഞാൻ ഊതി വിട്ടു. കല്യാണ പെണ്ണ് ദേ ഇവിടെ സുന്ദരിയായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. വീഡിയോഗ്രാഫർ നന്നായിട്ട് വീഡിയോ എടുത്ത് തകർക്കുന്നുണ്ട്. കണ്ണ് തുറക്കുന്നതും കണ്ണടയ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത്. അങ്ങനെ അവരുടെ ജോലിയൊക്കെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ വെറുതെയൊക്കെ നിന്ന് കറങ്ങി നിൽക്കുകയാണ്. വേറെ ജോലിയൊന്നുമില്ലല്ലോ അല്ലേ. അതാണ് കല്യാണ വീട് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ക്യാമറ കണ്ടപ്പോൾ ഒരു ആഗ്രഹം ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന്. പക്ഷേ വെറുതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ അപ്പോൾ വൈകുന്നേരമൊക്കെ ആയി ഏകദേശം. അങ്ങനെ നമ്മൾ കാപ്പി കുടിക്കുകയാണ്. പൊറോട്ട പിന്നെ വീശപ്പം ഒക്കെ എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവളെ തന്നെ വാരി തരുവാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. നാളത്തേക്കുള്ള കണിയൊരുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. മാങ്ങ പറിക്കാനായിട്ട് വീടിൻ്റെ മുകളിൽ കയറിയപ്പോഴത്തേക്ക് ഒരു മാങ്ങ പോലും ഇല്ല. ഒരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതുമാത്രം പറിച്ചെടുത്തുകൊണ്ട് താഴെ ഇറങ്ങിയിട്ട് മുകളിലേക്ക് നോക്കി കേട്ടോ. മരത്തിൽ കുറച്ച് മാങ്ങ ഇപ്പോൾ ഉണ്ടായിരുന്നു. മൂന്നോ നാലോ മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ പറിച്ചെടുത്തു എങ്ങനെയെങ്കിലുമൊക്കെ. അങ്ങനെ 4 മാങ്ങയായിട്ട് ഞാൻ വീട്ടിലേക്ക് അകത്ത് കയറി കൊണ്ടുവച്ചു. അതിനുശേഷം ചക്ക പറിക്കാൻ പോയി. ചക്ക പറിക്കാൻ പോയപ്പോഴത്തേക്കും വലിയ ചക്കകളാണ് എല്ലാം. കണിക്ക് വയ്ക്കാൻ പറ്റുന്ന ചക്കകളൊന്നുമില്ല. അങ്ങനെ ഞാൻ പിന്നെയും പിറകിലോട്ട് പോയി. അങ്ങ് മുകളിലോട്ട് പോയി. അതാണ് ഞങ്ങളുടെ കിണർ കേട്ടോ. കിണറും വീടും തമ്മിൽ ഒരുപാട് ഗ്യാപ്പുണ്ട്. അവിടെ നിന്ന് വരണം. വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങ് കോരിക്കൊണ്ട് പോകുമായിരുന്നു. ഇപ്പം കിണർ ഒന്നുകൂടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുഴിച്ചു. അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളമുണ്ട്. അങ്ങനെ അവിടെ ഒരു പ്ലാവ് ഇപ്പോണ്ടായിരുന്നു. അതിൽ കുഞ്ഞു ചക്കകളും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊരു ചക്ക എടുത്തോണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ തലേ ദിവസത്തെ കണിയൊരുക്കലിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് കണിക്കൊന്നൊക്കെ വാടിയിരിക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. അങ്ങനെ അമ്പാടിയെ കണി കാണിക്കണം. അതാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് കണി കണ്ടില്ലെങ്കിലും അവനെ ഒന്ന് കണി കാണിക്കണം എന്നായിരുന്നു. അങ്ങനെ അവനെ കണ്ണൊക്കെ പൊത്തി ഇങ്ങനെ കൊണ്ടുവന്ന് കണി കാണിച്ചു. അവൻ കണ്ടോന്ന് തന്നെ ഡൗട്ടാണ്. നോക്കിയത് എൻ്റെ മുഖത്തേക്കാണ് കേട്ടോ. 2 വട്ടം ഞാൻ അതുപോലെ ചെയ്യിച്ചു. 2 വട്ടം അവൻ എൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കണിയെന്ന് പറയുന്നത് കുഞ്ഞു കണിയാണ്. വലിയ ആർഭാടമൊന്നും ഇല്ലാത്തത്. പിന്നെ കൈനീട്ടൊക്കെ കൊടുത്ത് അതവിടെ കഴിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കല്യാണമാണ് കേട്ടോ. കല്യാണത്തിന് വന്ന ആ ഒരു ഫ്രണ്ടിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇവരെല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവിടെ ഒരു കാഴ്ചയുണ്ട്, ഞാൻ പറഞ്ഞുതരാമേ. നിങ്ങൾ നോക്കിയിട്ട് പറയാം എന്താണെന്ന്. പറയൂ.
ഇതാണ് നമ്മുടെ ജഡായുപ്പാറ. ജഡായുപ്പാറയുടെ മുകളിൽ ആ ഒരു ബാക്ക് സൈഡിലെ ഭാഗം മാത്രമേ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓഡിറ്റോറിയത്തിൽ നിന്ന് നോക്കിയാൽ ബാക്ക് ആ ഒരു ജഡായുവിൻ്റെ തലയില്ലേ, അതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്, അതും കാണാൻ പറ്റും, കുറച്ച് ഭാഗം മാത്രം. ഇവിടെ ആയിരുന്നിട്ട് പോലും ഞങ്ങൾ ഇതുവരെ ആ ഒരു സ്ഥലത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇതുവരെയും പോയിട്ടില്ല. കുറച്ച് ക്യാഷ് ഇറങ്ങും, അതുകൊണ്ടാണ് പോകാത്തത്. നമുക്ക് ജസ്റ്റ് ആ പാറയിൽ വേണമെങ്കിൽ പോയി കാണാം. അതിനകത്ത് കയറണമെങ്കിൽ എത്രയോ 500 രൂപ, അതിന് കൂടുതലോ എന്തൊക്കെ ആവും. പിന്നെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ കയറണമെങ്കിൽ പൈസയാവും. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഒരു വട്ടം പോകുമായിരിക്കും. ഇപ്പം എൻ്റെ അടുത്ത് വന്ന് നിന്നത് എൻ്റെ അപ്പച്ചിയുടെ മോൻ്റെ വൈഫാണ് കേട്ടോ. അങ്ങനെ ചെറുക്കനെത്തി, ചെറുക്കനെ സ്വീകരിച്ച് കയറ്റി. ഞങ്ങൾ ബാക്ക് സൈഡിലാണ് വന്നിരുന്നത് കേട്ടോ. അവിടെ ആണെങ്കിൽ ചൂട്. അവൾ ഫാനിലേക്ക് നോക്കിയിട്ട് എന്തിനാണോ എന്തോ ഈ ഫാൻ കറങ്ങുന്നതെന്നുള്ള ചിന്തയിലിരിക്കുകയാണ്. അങ്ങനെ ജാനു അവിടെ മാലാഖയെ പോലെ ഇങ്ങനെ സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. മുമ്പിൽ അമ്പാടി ഇരിപ്പുണ്ട്. അങ്ങനെ കല്യാണപ്പെണ്ണ് വരികയാണ് കേട്ടോ. കല്യാണപ്പെണ്ണ് വന്നപ്പോഴത്തേക്കും അവിടെ മണ്ഡപത്തിൽ തീപ്പൊരിയൊക്കെ കത്തി. തീപ്പൊരിയല്ല, മറ്റേ മത്താപ്പ് പോലൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കത്തിച്ചു. അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കല്യാണത്തിനൊക്കെ ഈ സംഭവം കാണുന്നത്. നമ്മൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ. അങ്ങനെ ഞങ്ങൾക്ക് വിശപ്പടിച്ചു. അങ്ങനെ നമ്മൾ 3ാമത്തെ പന്തിക്കാണ് കേട്ടോ ഇരുന്നത്. അപ്പോഴത്തേക്കും അവിടെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ആ ഒരു ജഡായുപ്പാറ. വീണ്ടും വീണ്ടും കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. എനിക്കിതൊക്കെ അല്ലേ ഉള്ളൂ ഒരു ഹരം. എത്രത്തോളം സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് കേട്ടോ. അത്രത്തോളം ഒന്നും പറ്റത്തില്ല, അത്രയും മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ വിളമ്പുന്നതൊക്കെ ചേച്ചിമാരാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിമാർ, അതായത് ലേഡീസ് വിളമ്പുന്നത് കാണുന്നത്. എല്ലാ കാറ്ററിങ്ങും ബോയ്സ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ചു. അങ്ങനെ അവസാനം നമ്മുടെ ബോളി ഉണ്ടല്ലോ, ബോളിയും അരിപ്പായസവും ആയിരുന്നു. അപ്പോൾ ജാനു ആദ്യം പറഞ്ഞ് വേണ്ടെന്ന്, പിന്നെ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് അവിടെ വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ക്യാമറ പതുക്കെ അങ്ങ് പൊക്കി കേട്ടോ. വെറുതെ ഒന്ന് ഫോട്ടോ എടുക്കുന്ന പോലെയൊക്കെ നിന്ന് 2-3 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെണ്ണ് പോകുന്ന സമയമായി. അപ്പോൾ അവൾ മാമനെയും അപ്പച്ചിയൊക്കെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒരു ഫീലിങ്സ് ആണല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ക്ഷീണിച്ച് തളർന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കല്യാണ വിഷു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ. ഗായ്സ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.